ഹായ്, ഞാൻ അർസ. ദ ബുക്സിലെ ഇൻറ്റേണാണ്. ഞാനിവിടെ ഇന്നൊരു പുസ്തകം പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇസ്ലാം, സെക്ഷുവാലിറ്റി, എത്തിക്സ് എന്നൊക്കെ പറയുമ്പോൾ ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത്? പ്രവാചകൻ്റെ ആണോ, ഖുറാൻ്റെ ആണോ, അതോ ഫിഖി പണ്ഡിതന്മാർ നൂറ്റാണ്ടുകളായി രൂപീകരിച്ചിട്ടുള്ള പലതരം വ്യാഖ്യാനങ്ങളുടേതാണോ എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ചോദ്യത്തിൽ നിന്നുകൊണ്ടാണ് അതർ ബുക്സ് വിവർത്തനം ചെയ്തിട്ടുള്ള ഇസ്ലാം ലൈംഗികത പാഠങ്ങളുടെ സ്ത്രീപക്ഷ വായന എന്ന കെസിയ അലിയുടെ ഈ പുസ്തകം നിലകൊള്ളുന്നത്. ഈ പുസ്തകം വായിക്കാനുണ്ടായിട്ടുള്ള എൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ, ഞാനൊരു മുസ്ലിം സ്ത്രീ എന്ന നിലയിൽ നമ്മളിപ്പോഴത്തെ പലതരം മോഡേൺ ഫെമിനിസ്റ്റ് ജെൻഡർ ഡിസ്കോഴ്സസ് കേൾക്കുമ്പോൾ, അതിൻ്റെ കൂടെ തന്നെ ക്ലാസിക് ടെക്സ്റ്റുകളിലുള്ള പല നെറേറ്റീവ്സും കേൾക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു കോൺഫ്ലിക്റ്റ്, ഡിലമ്മ അല്ലെങ്കിൽ ടെൻഷൻസ്, ഈ ഒരു ടെൻഷൻസിൽ നിന്നുകൊണ്ടാണ് ഈ പുസ്തകം ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിലൂടെ കെസിയ അലി ചെയ്യുന്ന കാര്യം, എന്നെ സർപ്രൈസ് ചെയ്യിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നിനും ഒരു സ്പെസിഫിക് കൺക്ലൂഷൻ തരാതെ, അല്ലെങ്കിൽ ഇന്നതാണ് ശരി, ഇന്ന രീതിയിലാണ് ചിന്തിക്കേണ്ടത് എന്ന് പറയുന്നതിന് പകരം പലതരം ശരികൾ നമ്മളെ മുന്നിൽ തുറന്നു വെക്കുകയും, ഇപ്പോൾ ക്ലാസിക്കൽ ട്രഡീഷനിൽ ഇന്ന കാര്യങ്ങൾ ശരിയാണ് അല്ലെങ്കിൽ ഇന്നത് തെറ്റാണെന്ന് പറയാണ്ട് അതിലുള്ള ശരികളും മോഡേൺ വാല്യൂസിലുള്ള ശരികളാണെങ്കിലും ഇതിൻ്റെ ഒരു കോംപ്രഹെൻസീവ് ഔട്ട്ലുക്കാണ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് കെസിയ അലി ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു ബൈനറിയിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ നമ്മളെ കൊടുക്കാണ്ട് ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള പലതരം ഇൻ്റർപ്രിറ്റേഷൻസ്, അതിൻ്റെ കാലിക പ്രസക്തി പോലുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത്, എന്തൊക്കെ പരിണാമങ്ങളാണ് വരേണ്ടത്, എന്തൊക്കെയാണ് ഓർക്കപ്പെടേണ്ടത് എന്നുള്ളത് കെസിയ അലി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ പുസ്തകത്തിലൂടെ. അത് പലതരം ചാപ്റ്ററുകളിലൂടെയാണ് ഈ പുസ്തകത്തിൽ ഓരോ ഡിസ്കോഴ്സസിൽ നരേറ്റ് ചെയ്യുന്നത്. അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ടോപ്പിക്സിലൂടെ. ഇപ്പോൾ സ്ലേവറിനെ കുറിച്ച് പറയുന്നുണ്ട്, മാരേജിനെ കുറിച്ച് പറയുന്നുണ്ട്, മഹറിനെ കുറിച്ച്, ഡിവോഴ്സ്, ഫീമെയിൽ സർക്കംസിഷൻ, അതുപോലെ ഹോമോസെക്ഷുവാലിറ്റി, അതുപോലെ സെക്ഷൽ എത്തിക്സ് ഇൻ ഇസ്ലാം, അതുപോലെ തന്നെ നബിയുടെ വൈവാഹിക ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ള ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ടോപ്പിക്സിൽ അത്രയും ഡീപ്പായിട്ടുള്ള ഇൻസൈറ്റ്സ് ഓരോ ടോപ്പിക്കിലും കോംപ്രഹെൻസീവായിട്ട് തരാൻ വേണ്ടിയിട്ട് കെസിയ അലി പുസ്തകത്തിലൂടെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകം വായിക്കുന്നതിലൂടെ ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സസ് അല്ലെങ്കിൽ ജെൻഡർ സ്റ്റഡീസ് പോലുള്ള ധാരകളെ എങ്ങനെ ഇസ്ലാമുമായിട്ട് മനസ്സിലാക്കാം എന്ന് ചിന്തിക്കുന്ന, അതിൽ ആലോചനകളുള്ള ആളുകൾ